ഹായ്. റീസെൻ്റ്ലി എന്നെ വീട്ടിൽ നിന്ന് വിളിച്ചപ്പോഴും എന്നോട് അച്ഛനൊരു ചോദ്യം ചോദിച്ചു. മോൻ ഇപ്രാവശ്യം എന്തായാലും കിട്ടില്ലേ, മെയ് ആകുമ്പോഴേക്ക് തീരില്ലേ, ഡിസംബർ ആകുമ്പോഴേക്ക് ജോലി കിട്ടില്ലേ എന്നുള്ള രീതിയിൽ. അപ്പോഴാണ് ഐ തോട്ട് my parents still sometimes do not understand how the exam works. And അവരുടെ ആ ഒരു ചോദ്യം actually gave me a lot of pressure because ഇത് still being my second time, I'm really unsure that how would this go, if ഇപ്രാവശ്യം കിട്ടുമോ ഇല്ലയോ, ആൻഡ് if ഏതെങ്കിലും ഒരു സ്റ്റേജിൽ പോകുമോ, ചിലപ്പോൾ പ്രിലിംസിൽ തന്നെ ചിലപ്പോൾ സീസായിട്ട് കയ്യിൽ നിന്ന് പോകുമോ. ഇറ്റ് കംസ് വിത്ത് എ ഹോൾ ലോട്ട് ഓഫ് baggage of questions or self-doubt. And I'm making this video to let you know that നമ്മുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഡിസൈഡ് ചെയ്യുന്ന ഒരു പോയിന്റിൽ ഐ തിങ്ക് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ടു ക്ലാരിഫൈ ടു ദ പീപ്പിൾ വി ലവ്, നോട്ട് ജസ്റ്റ് പാരൻസ് ബട്ട് പീപ്പിൾ വി ലവ്, be it your partner, be it your parents, your grandparents, your friends, that this exam might take some time. കുറച്ചധികം തന്നെ ടൈം കൺസ്യൂം ചെയ്യാൻ വേണ്ടി സാധ്യതയുള്ളൊരു എക്സാം ആണ് എന്നുള്ളത് അവരോട് പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ടത് നമ്മുടെ ഒരു ഡ്യൂട്ടിയാണ്. യു കനോട്ട് സഡൻലി ഡിസപ്പിയർ ഫ്രം ദി എൻറ്റയർ സോഷ്യൽ സർക്കിൾ. വീട്ടിൽ നിന്നും ഫ്രണ്ട്സിൻ്റെ ഇടയിൽ നിന്നും കസിൻസിൻ്റെ ഇടയിൽ നിന്നൊക്കെ പെട്ടെന്ന് ഡിസപ്പിയർ ചെയ്തിട്ട് നമുക്ക് ഒരു കൊല്ലം കൊണ്ട് പോയിട്ട് തിരിച്ചു പോയിട്ട് എനിക്ക് ജോലി കിട്ടി, ലെറ്റ്സ് ചിൽ എന്ന് പറയാൻ വേണ്ടി പറ്റില്ല. നമ്മൾ ഈ ഒരു സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ ചിലപ്പം ഡിസൈഡ് ചെയ്യാം, ഞാൻ ഒരു കൊല്ലം മാത്രമേ പ്രിപ്പയർ ചെയ്യുന്നുള്ളൂ, അത് കഴിഞ്ഞ് കിട്ടിയില്ലെങ്കിൽ ഞാൻ വേറെ പരിപാടിക്ക് പോകാം. പക്ഷേ ഈ ഒരു എക്സാം എഴുതി കഴിഞ്ഞ് നമ്മൾ സ്വന്തം ആൻസർ കീ വെച്ചിട്ട് ചെക്ക് ചെയ്യുന്നൊരു പോയിന്റിൽ സംടൈംസ് നമ്മൾ ചിലപ്പം ഇഫ് വി ഡു നോട്ട് മേക്ക് ഇറ്റ് ഇൻ പ്രിലിംസ് കിട്ടിയില്ലെങ്കിൽ വി മൈറ്റ് സീ ദാറ്റ് നമുക്ക് പ്രിലിംസ് കിട്ടാതെ പോയത് ചിലപ്പം സീസാറ്റിൽ 1-2 മാർക്ക് കിട്ടാതെയാണ്, അല്ലെങ്കിൽ കട്ട് ഓഫ് വെറും 1-2 മാർക്കിലായിരിക്കും ഫസ്റ്റ് ജനറൽ പേപ്പറിൽ നമ്മൾ മിസ് ചെയ്യുന്നത്. ആൻഡ് ദാറ്റ് വിൽ ഹേർട്ട് us so much that we might think that maybe ഒരു പ്രാവശ്യം കൂടി ഒന്ന് പ്രിപ്പയർ ചെയ്താൽ ചിലപ്പം കിട്ടിപ്പോയാലും. നിങ്ങൾക്ക് തോന്നാം, ഇല്ല ഞാൻ ഉറപ്പിച്ചിട്ടാണ് വരുന്നത്, ഇനി ഒരു കാരണവശാലും ഞാൻ അങ്ങനെ എൻ്റെ സെക്കൻഡ് അറ്റംപ്റ്റിലേക്ക് പോകില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ എൻ്റെ 2 അറ്റംപ്റ്റ് കൊണ്ട് ഞാൻ നിർത്താം, അല്ലെങ്കിൽ 3 അറ്റംപ്റ്റ് കൊണ്ട് എന്തായാലും ഞാൻ നിർത്തിയിരിക്കും. പക്ഷെ ഓരോ പ്രാവശ്യം കട്ട് ഓഫ് ഒരു 1/2 മാർക്കിനും 1 മാർക്കിനും വേണ്ടി പോകുമ്പോണ്ടല്ലോ, ഒരു കൊല്ലം മൊത്തം നമ്മളിരുന്ന് പഠിച്ചല്ലേ നമ്മൾ വിചാരിക്കും. ആ ഒരു തോന്നൽ നിന്നാണ് നമ്മൾ അടുത്തൊരു കൊല്ലം കൂടി സ്പെൻഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആൻഡ് ദ തിങ് അബൌട്ട് ഹ്യൂമൻ റിലേഷൻസ് ആൻഡ് പീപ്പിൾ ഇൻ ജനറൽ ഈസ് ദാറ്റ് നമുക്ക് പറയാം ദാറ്റ് ആൾക്കാർ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും, അവർ നമ്മൾക്ക് അൾട്ടിമേറ്റ്ലി നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മളെ ആക്സെപ്റ്റ് ചെയ്യുന്നൊക്കെ. പക്ഷേ യു ഹാവ് ടു റിമെമ്പർ, അവർക്കും ഒരു ലൈഫുണ്ട്, അവർ മൂവ് ഓൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഫ്രണ്ട്സ് ആണ്, കസിൻസ് ആണെങ്കിൽ അവർ കോളേജിൽ പോകുകയാണ്, അവർ ചിലപ്പം ജോലിയിലേക്ക് പോവുകയാണ്, അവർ പുതിയ ആൾക്കാരെ മീറ്റ് ചെയ്യുകയാണ്, ചിലപ്പോൾ ആരുടെ കല്യാണം നടക്കുകയാണ്, ചിലപ്പോൾ ആർക്കെങ്കിലും കുട്ടി ഉണ്ടാവുകയാണ്, അല്ലെങ്കിൽ വീട്ടിൽ പാരൻസിൻ്റെ ഇടയിലാണ് അവർ പുതിയ പുതിയ കാര്യങ്ങൾ ചിലപ്പോൾ ചെയ്യാതിരിക്കും, അല്ലെങ്കിൽ അവരെന്തെങ്കിലുമൊക്കെ അമ്പലങ്ങളിലോ സ്ഥലങ്ങളിലോ ഒക്കെ പോവുകയാണ്. ആൻഡ് മേ ബി ഒരു ആദ്യത്തെ ഒരു 6 or 8 months ഇവരൊക്കെ നമ്മളോട് ഇതൊക്കെ ഷെയർ ചെയ്യും. പക്ഷെ നമ്മുടെ പ്രിപ്പറേഷൻ സ്ട്രോങ്ങർ ആയിട്ട് പ്രിലിംസിനൊരു 5 മാസം മുമ്പേ എത്തുമ്പോൾ നമ്മൾ തന്നെ അവർക്ക് ടൈം കൊടുക്കില്ല, അവരും വിചാരിക്കും ഡിസ്റ്റർബ് ചെയ്യണ്ടല്ലോ. ആൻഡ് ഇതൊരു 1, 2, 3 സൈക്കിളൊക്കെ കഴിയുമ്പോൾ സംവെയർ എ ലോട്ട് ഓഫ് us would feel completely out of touch with our family members, with our friends, ആൻഡ് ഇവരോടൊക്കെ നമുക്ക് പെട്ടെന്നൊരു ഡിസ്റ്റൻസ് ഫീൽ ചെയ്യും ഒരു പോയിന്റിൽ. അത് വളരെ പെട്ടെന്നായിരിക്കും, രാത്രി കിടക്കുമ്പോഴായിരിക്കും കുറേ കാലമായാലും ഇയാളോട് സംസാരിച്ചിട്ട്, പണ്ടൊക്കെ ഇങ്ങനെ കോളേജിൽ പോകുമായിരുന്നല്ലോ, ചെയ്യുമായിരുന്നല്ലോ എന്നൊക്കെ തോന്നും. ആൻഡ് ആ ഒരു പോയിന്റിൽ നമ്മൾ അവരോട് സംസാരിക്കാൻ പോയി കഴിഞ്ഞാലും ഇറ്റ് മൈറ്റ് കണക്ട്, ബട്ട് സ്റ്റിൽ കുറേ കാര്യങ്ങൾ വി വിൽ മിസ് ഔട്ട്. വാട്ട് ഐ എം ട്രൈങ് ടു സേ ഈസ് ദാറ്റ് കണക്ഷൻസ് നമുക്ക് കീപ്പ് ചെയ്യാൻ വേണ്ടി ബുദ്ധിമുട്ടായിരിക്കും ഈ ഒരു പ്രിപ്പറേഷൻ ടൈമിൽ. ബട്ട് നമ്മുടെ സൈഡിൽ നിന്നും ഒരു എഫേർട്ട് ഉണ്ടായിരിക്കണം ടു ലെറ്റ് അവർ ലവ്ഡ് വൺസ് നോ ദാറ്റ് ഞാൻ കുറച്ച് കാലത്തേക്ക് വേണ്ടി പോവുകയാണ്, പക്ഷേ ഐ വിൽ ഡെഫിനറ്റ്ലി കം ബാക്ക്. ആൻഡ് വെൻ ഐ കം ബാക്ക് വി ഷുഡ് ഓൾ ഗെറ്റ് ടുഗെദർ. ആൻഡ് ഈ പറഞ്ഞ പോലെ എപ്പോഴാവുമെന്ന് എനിക്കറിഞ്ഞൂടാ, പക്ഷേ ബിലീവ് ഇൻ മീ, ട്രസ്റ്റ് ഇൻ മീ, ആൻഡ് ഐ വിൽ മേക്ക് ഇറ്റ് ഹാപ്പൻ ഫോർ മൈ സെൽഫ് ആൻഡ് ഫോർ യു. ദാറ്റ്സ് വൺ ബ്യൂട്ടിഫുൾ തിങ് യു ക്യാൻ ഡു, ആൻഡ് ദാറ്റ് വിൽ ഗിവ് യു എ ലോട്ട് ഓഫ് പീസ്. ഈ ഒരു കോൺവെർസേഷൻ നിങ്ങൾ വീട്ടുകാരോടോ ഫ്രണ്ട്സിനോടോ കസിൻസിനോടോ ചെയ്യാതെ വരുവാണെങ്കിൽ, ചെയ്യാൻ ചിലപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഓക്വേർഡ്നെസ് ഉണ്ടാകാം,
ഇങ്ങനെയാണ് ഞാൻ ഇവരോട് പറയാം. നമ്മൾ കൂളായിട്ട് ചില്ലായിട്ട് പോയിക്കൊണ്ടിരിക്കുകയല്ലേ. അങ്ങനെ ആകുമ്പോൾ പക്ഷെ ഇത് പറയാതെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ സീരിയസ് ആയിട്ട് പ്രിപ്പറേഷൻ കണ്ടിന്യൂ ചെയ്യുന്ന ഒരു തേർഡ് ഇയറിലൊക്കെ there's a high chance you might feel a lot lonely. ഒറ്റക്കായതുപോലെ തോന്നാം, ആളില്ലാത്ത പോലെ തോന്നാം, ആരോടും ഒരു കണക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്ത പോലെ തോന്നാം. അതിനൊക്കെ കാരണം നമ്മളിടുന്ന എഫേർട്ട്, നമ്മളാണ് ആദ്യം എഫേർട്ട് നിർത്തുന്നത്. അതിനുശേഷമാണ് നമുക്ക് ഉണ്ടായിരുന്ന കൂട്ടുകാരും ഇവരൊക്കെ എഫേർട്ട് നിർത്തുന്നത്. യു ഹാവ് ടു റിമെമ്പർ ദാറ്റ്. സോ ദിസ് വീഡിയോ വാസ് അബൌട്ട് ഹ്യൂമൻ റിലേഷൻസ് ആൻഡ് ഹൗ നമ്മൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അതിന് മുമ്പ് വരുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം എന്നുള്ളതാണ്. ഐ വിനായക്, ദിസ് UPSC വാൾട്ട്. ആദ്യം പറയാൻ വിട്ടുപോയെന്ന് തോന്നുന്നു. ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് എ സീരിയസ് ടോപ്പിക്. ഐ തിങ്ക് ഇറ്റ് ഷുഡ് ബി ഡിസ്കസ്ഡ്. സ്റ്റേ ഹൈഡ്രേറ്റഡ്, യു ഗോട്ട് ദിസ്. കണ്ടിന്യൂ പ്രിപ്പറേഷൻ, ഡു നോട്ട് ഹെസിറ്റേറ്റ്. പേടിക്കണ്ട എന്താകുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ട്രൂ, ഇറ്റ്സ് എ ലോൺലി ജേർണി. സംടൈംസ് it might be overwhelming, but I think the entire process of the preparation will turn you into a beautiful person, and that beautiful person can make a lot of changes in their own life and the people around them, their families, to the society, so the people they know. And this one person would be the catalyst to a whole different change. That's what I believe. Again, I'm Vinayak, so I'm going to take off. Continue your preparation. All the best. Take care. Do not worry. Bye.